നിലമ്പൂർ നഗരസഭയുടെ പുതിയ ഭരണസമിതി ചെയർപേഴ്സണായി പത്മിനി ഗോപിനാഥിനെ തിരഞ്ഞെടുത്തു. കൌൺസിൽ ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 7-നെതിരെ 28 വോട്ട് നേടിയാണ് പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സണായത്. എൻഡിഎയുടെ ഏക അംഗം എം വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വരണാധികാരി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TB ഷാജുവിന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ നടന്നത്. വോട്ടെണ്ണിയതിനു ശേഷം പത്മിനി ഗോപിനാഥിനെ തിരഞ്ഞെടുത്തതായി വരണാധികാരി പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്ന് നടന്നു. നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം UDF നേതാക്കളും സഹ കൌൺസിലർമാരും പത്മിനി ഗോപിനാഥിന് ആശംസകളുമായി വേദിയിലെത്തി. അഴിമതി രഹിത ഭരണത്തിനാണ് മുൻതൂക്കം നൽകുകയെന്നും വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കുമെന്നും ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സമ്പൂർണ്ണ ഗ്രാമസ്വരാജിന് വേണ്ടി ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുന്നത്, ഏറ്റവും അടിസ്ഥാന തലത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി മറ്റുള്ളവരോടൊപ്പം നിലനിർത്താനുള്ള ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പൂർത്തീകരണ കാലയളവ് പതുക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദിവസങ്ങൾ ജീവനക്കാരും കഴിഞ്ഞ ജനപ്രതിനിധികളും അതുപോലെ ജനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഞാൻ വ്യക്തമായും ബോധ്യപ്പെടുന്നത് ഇവിടുത്തെ പദ്ധതി പൂർത്തീകരണം വേണ്ടത്ര പുരോഗതി വന്നിട്ടുണ്ടാകില്ല എന്നാണ്. അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി വേഗത്തിൽ നേടിക്കൊടുക്കാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഇങ്ങോട്ട് ആദ്യം UDFന് 28 അംഗങ്ങളും LDFന് 7 അംഗങ്ങളുമാണ് പുതിയ ഭരണസമിതിയിലുള്ളത്. NDAക്ക് 1 അംഗവുമുണ്ട്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.